ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് അഗൈൻ ടു മൈ ചാനൽ. വെൽക്കം ടു ഈസി ഫുഡ്സ്. ഇപ്പോൾ ഒരുപാട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കോഫിയാണ് ഡാൽഗോണ കോഫി. നമ്മൾ ഇന്നിവിടെ ഡാൽഗോണ കോഫിയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ 3 വെറൈറ്റീസ് ഇന്നിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഈസി ഫുഡ്സ് എന്ന ചാനൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എങ്കിൽ, നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഡാൽഗോണ കോഫിക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് കോഫി ക്രീം ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നെസ്കഫയുടെ റെഡ് മഗ് എന്നുള്ള കോഫി പൗഡറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. സെയിം 1/2 കപ്പ് തന്നെ 1/2 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. അതേ കപ്പിൽ തന്നെ 1/2 കപ്പ് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും ഇത് ബീറ്റ് ചെയ്തെടുക്കാം. പക്ഷേ കുറേ സമയം പിടിക്കും. അപ്പോൾ ഒരു ബീറ്റർ ഉണ്ടെങ്കിൽ അതാണ് ഒന്നും കൂടെ സൗകര്യം. അപ്പോൾ നമുക്ക് നല്ല സ്റ്റിഫ് പീക്സ് ആക്കി എടുക്കണം. നല്ല തിക്ക് ക്രീമായിട്ട് ഉണ്ടാക്കിയെടുക്കണം. നമ്മളുടെ കോഫി ക്രീം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇത്രയും ആവശ്യം വരില്ല, ഞാനത് സ്റ്റോർ ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. ഇനി നമുക്ക് അടുത്തത് ചോക്ലേറ്റ് ഡാൽഗോണ കോഫിക്ക് വേണ്ടിയിട്ടുള്ള മിക്സ് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് പകരം നിങ്ങൾക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് നമ്മളുണ്ടാക്കി വെച്ച കോഫി ക്രീം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്താലും മതി. ഞാനത് നന്നായിട്ട് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ബീറ്റർ ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതും മാറ്റി വെക്കാം. ഇനി നമുക്ക് ക്ലാസിക് ഡാൽഗോണ കോഫി തയ്യാറാക്കിയെടുക്കാം. ആദ്യമായിട്ട് നല്ല തിളച്ച പാല്, ഞാൻ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടാണ് തിളപ്പിച്ചിട്ടുള്ളത്. കാരണം ഓൾറെഡി നമ്മളുടെ കോഫി ക്രീമിന് ഒരു ചെറിയ കയ്പ്പ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എക്സ്പ്രസ്സോ കപ്പൂച്ചിനോ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ രുചി ഇഷ്ടപ്പെടുക. അപ്പോൾ അതുകൊണ്ട് അത്ര കൂടുതൽ നിങ്ങൾക്ക് അതിൻ്റെ കയ്പ്പ് രസം ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രീമിൻ്റെ അളവ് കുറക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ക്ലാസിക് കോഫി റെഡിയായി. ഇനി നമുക്ക് ചോക്ലേറ്റ് ഡാൽഗോണ കോഫി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തിളച്ച പാല്, പഞ്ചസാര ചേർത്ത് തിളപ്പിച്ച പാലിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ ചോക്ലേറ്റ് മിൽക്ക് റെഡിയായി. അതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ഒരല്പം കോഫി ക്രീം ചേർത്ത് കൊടുക്കാം. അതിന് മുകളിലേക്കായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ചോക്ലേറ്റ് മിക്സ് ഒഴിച്ചെടുക്കാം. ഏറ്റവും ടോപ്പിലായിട്ട് ഒരു 1-2 ടേബിൾ സ്പൂണും കൂടെ കോഫി ക്രീം നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ചോക്ലേറ്റ് ഡാൽഗോണ കോഫിയും റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്കിനി കുറച്ച് ഗ്രേറ്റഡ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മൂന്നാമതായിട്ട് ഐസ്ഡ് ചോക്ലേറ്റ് ഡാൽഗോണ കോഫി ഉണ്ടാക്കിയെടുക്കാം. ഇതിനായിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം നല്ലോണം ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയതുപോലെ ചോക്ലേറ്റ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. തണുപ്പിച്ച ചോക്ലേറ്റ് മിൽക്ക് വേണം ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ചോക്ലേറ്റ് മിക്സ് ഒഴിച്ചെടുക്കണം. ഏറ്റവും ടോപ്പിലായിട്ട് അല്പം കൂടെ കോഫി ക്രീം ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള കോഫി ക്രീം നിങ്ങൾക്ക് ഒരു പാത്രത്തിൽ അടച്ച് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്. ഞാൻ അങ്ങനെയാണ് സൂക്ഷിക്കാറ്. പെട്ടെന്ന് കോഫിയൊക്കെ ഉണ്ടാക്കാൻ അതാണ് നല്ലത്. ഇത് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇളക്കാതെ കാണിച്ചോന്നേ ഉള്ളൂ. നിങ്ങൾ കുടിക്കുമ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് കുടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ഷുഗർ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈസി ഫുഡ്സിൻ്റെ ഡാൽഗോണ കോഫിയുടെ റെസിപ്പീസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.